നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 31 വരെയുള്ള ഒരു മാസം ഓരോ കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്. ഇവിടെ 12-ാം തീയതി, അതായത് ഒക്ടോബർ 12-ാം തീയതി ശുക്രൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികത്തിലേക്കും, 10-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്കും, 17-ാം തീയതി സൂര്യൻ തുലാം രാശിയിലേക്കും, വീണ്ടും 26-ാം തീയതി ബുധൻ വൃശ്ചികം രാശിയിലേക്കും സംക്രമിക്കുന്നുണ്ട്. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് ധനം തരാം എന്ന് വാഗ്ദാനം ഏറ്റിരുന്നവരിൽ നിന്നൊക്കെ ഇവർക്ക് ധനം എത്തിച്ചേരും. അതുപോലെ തന്നെ കടം ഏതെങ്കിലുമൊക്കെ സ്ഥാപനം നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാഗ്ദാനവും നിറവേറ്റപ്പെടും. ഇതെല്ലാം തന്നെ ആ മാസത്തിൻ്റെ ആദ്യത്തെ വാരത്തിൽ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് വരണം. സാമ്പത്തികമായ നേട്ടം, കടബാധ്യതയിൽ നിന്ന് മോചനം, മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം വരുന്ന അവസ്ഥ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്ന അവസ്ഥ, ഇങ്ങനെ പൊതുവെ അവരുടെ കർമ്മരംഗം വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ മേടമാസത്തിൽ കാണുന്നത്. സാമ്പത്തികമായിട്ടും ഇവർക്ക് വലിയ അല്ലൽ അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ അലച്ചിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ധ വശങ്ങളും ഒരുപാട് കുറയുന്നതായിട്ടാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. പ്രധാനമായും ഇവർക്ക് ഇപ്പോൾ ഗുണമായിട്ട് വരുന്നത് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ധനമോ, അല്ലെങ്കിൽ ഇവരുടെ ആശ്രിതർക്കോ സന്താനങ്ങൾക്കോ, ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ, അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ വിദേശത്ത് പോകാൻ സാധിക്കുകയോ അവിടുത്തെ പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ സന്തോഷകരമായ അവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാം. ഏറ്റവും പ്രധാനം ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയിൽ നിന്നുള്ള മോചനമാണ്. തങ്ങളിൽ, അതായത് ഈ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ധനമോ മറ്റു വിലപിടിച്ച ദ്രവ്യങ്ങളോ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഈ മാസത്തിൽ കാണുന്നു. അതുപോലെ ഇവർ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം ബാധ്യതയായി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരിധിവരെയെങ്കിലും ആശ്വാസം കിട്ടുന്ന തരത്തിൽ ധനാഗമം ഇവരിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് പൊതുവേ തന്നെ മേടക്കൂറിന് ഈ ഒരു മാസം, ഒക്ടോബർ മാസം പൊതുവെ ഗുണകരമാണ്. പ്രധാനമായും സാമ്പത്തികമായ നേട്ടം. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ഏകദേശം ഈ മാസം പൊതുവെ അത് കാണുന്നുണ്ട്. 6-ൽ ശുക്രൻ സഞ്ചരിക്കുന്ന തുടക്കം, ശുക്രൻ 6-ലല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലാണ്. 7-ൽ ശുക്രൻ സഞ്ചരിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് അഭിപ്രായം. അപ്പോൾ അത് സ്വന്തം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ കോലാഹലമോ പ്രശ്നങ്ങളോ ഉണ്ടാകില്ലെങ്കിലും ഉമിത്തി പോലെ ചെറിയ തരത്തിൽ സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനിഷ്ടത്തിൻ്റെയോ ഒക്കെ ഒരു അവസ്ഥ ബന്ധങ്ങളിൽ ഉണ്ടാകാം. അത് കുടുംബ ബന്ധങ്ങളിൽ മാത്രമാവണമെന്നില്ല. ഒരുപക്ഷെ ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലാകാം, അതല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളിലാകാം, അതുമല്ലെങ്കിൽ പ്രണയബന്ധങ്ങളിലാകാം. അപ്പോൾ ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സുതാര്യത ഇല്ലായ്മയോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഏകദേശം 12-ാം തീയതിക്ക് ശേഷം ശുക്രൻ പോകുന്നത് വൃശ്ചികം രാശിയിലേക്കാണ്. അഷ്ടമരാശി ശുക്രൻ സാമ്പത്തികമായ ഗുണവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുമെങ്കിലും ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. പോകുന്നത് ചൊവ്വയുടെ രാശിയിലുമാണ്. ചൊവ്വ കലഹത്തിൻ്റെയും വേർപാടിൻ്റെയും പെട്ടെന്ന് പ്രതികരിക്കുന്നതിൻ്റെയും രോഷത്തിൻ്റെയും ഒക്കെ ഒരു ഗ്രഹമാണ്. അങ്ങനെയുള്ള ഗ്രഹത്തിൻ്റെ വൃശ്ചിക രാശിയിലേക്ക് ചെല്ലുമ്പോൾ ശുക്രന് സ്വാഭാവികമായും പരുങ്ങലുണ്ടാകും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാം. സൗമ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഉദര സംബന്ധമായ രോഗങ്ങൾ വരാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ബന്ധങ്ങളെ, അതുപോലെ തന്നെ ചില പ്രത്യേക അവയവങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതുപോലെ തന്നെ ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം വളരെ ശ്രദ്ധിക്കണം. അതാണ് ഈ ആഴ്ച, ഈ ഒരു മാസത്തിൽ മേടക്കൂറുകാർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ പൊതുവെ നോക്കിയാൽ സാമ്പത്തികമായ നേട്ടമുണ്ട്, പ്രവർത്തനങ്ങളിൽ വിജയമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനങ്ങളിലും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിലുമൊക്കെ തന്നെ ഗുണം കാണുന്നുണ്ട്. എന്നാൽ മോശം അവസ്ഥ എന്ന് പറയുന്നത് ബന്ധങ്ങളിലാണ്. അതുപോലെ തന്നെ മൂത്രാശയ രോഗങ്ങൾ, അതുപോലെ തന്നെ ലോവർ അബ്ഡമിൻ ഭാഗത്ത് പ്രശ്നങ്ങൾ, നട്ടെല്ലിൻ്റെ ബേസ് ഭാഗത്ത് പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴും ചിന്തിക്കേണ്ടത് 12-ൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ഇവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഇവരെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകൾ കൊണ്ടാണ്. സ്കിൻ ഡിസീസിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ: 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3, 4, 5, 6 വൈകുന്നേരം വരെയും ഗുണമാണ്. ശേഷം 11 രാവിലെ 10:30 ശേഷം 12, 13,
14, 15 സായാഹ്നം വരെയും നല്ലതാണ്. പിന്നെ 18, 19, 21 രാത്രിക്ക് ശേഷം 22, 23, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് തുടക്കത്തിൽ അല്പം ചില പ്രശ്നങ്ങളോ ദോഷങ്ങളോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിലോ ആകാം. അതുമല്ലെങ്കിൽ വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കളുടെ കാര്യങ്ങളിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചും അതിൻ്റെ പേരിലാവാം ചിലപ്പോൾ ദാമ്പത്യത്തിലോ അല്ലെങ്കിൽ ബന്ധങ്ങളിലോ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ ഇവർക്കൊരു ഗുണം കിട്ടുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സ്വന്തം വീട് വിട്ട് കുറച്ച് ദൂരെ പോയി ഒക്കെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സന്തോഷം ഒരു വശത്ത് വരുമ്പോൾ സ്വാഭാവികമായും ബന്ധങ്ങളിൽ നിന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മാറ്റമാണത്, ഭൗതികമായ മാറ്റം മാത്രമാണ്, മനസ്സുകൊണ്ടുള്ള പിണക്കമോ പ്രശ്നമോ ഒന്നുമല്ല. അഥവാ മറ്റെന്തെങ്കിലും തരത്തിൽ ബന്ധങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യത മക്കളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ മാതാപിതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും സന്താനങ്ങളുടെ ആരോഗ്യവും പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുവരും ഐക രൂപേണയുള്ള അഭിപ്രായത്തോടെ മുന്നേറുന്നതായിരിക്കും കൂടുതൽ ബുദ്ധി. മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ മാസത്തിൽ. അല്ലാതെ അവരുടെ ബുദ്ധിക്ക് മേൽ കയറി നിന്നുകൊണ്ട് നിയന്ത്രണം ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ ദമ്പതികൾ തമ്മിലുള്ള കലഹത്തിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. ഇവർക്കും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഡയബറ്റിക്സ് പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക്, ആ പ്രായത്തിൽ എത്തിയവർക്കൊക്കെ വളരെ ശ്രദ്ധ വേണ്ട ഒന്നാണ് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം. എന്നാൽ പൊതുവെ ഇവർക്ക് ബാക്കി കാര്യങ്ങളിൽ കർമ്മരംഗത്ത് കുറച്ചുകൂടി ഇവർക്കൊരു പ്രാധാന്യം വരുന്നു. ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരാണ് കൂടുതലും ഇടവക്കൂറുകാർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. ഈ മാസവും അതിൻ്റെ കാഠിന്യം അല്പം കുറയുന്നു. വരുന്ന മാസങ്ങളിൽ അവർക്ക് കൂടുതൽ ഗുണമാണതിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത്. ജോലി കുറച്ചുകൂടി ഈസി ആവുന്നു, അവിടുത്തെ പിരിമുറുക്കങ്ങൾ മാറുന്നു, സാമ്പത്തികമായ നേട്ടം കൂടുതലായിട്ട് ഇവർക്ക് വരുന്നു. യാത്ര കൂടുതലായി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ആയാസപ്പെടേണ്ടി വരും, ശാരീരികമായും മാനസികമായും ഒക്കെ. പക്ഷേ അതിന് തക്കവണ്ണമുള്ള പ്രതിഫലവും ശമ്പളമായി ഇവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബാക്കി ദോഷങ്ങളൊന്നും ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വലുതായിട്ട് ഗണിക്കേണ്ടതില്ല. കാരണം പണം ഒരു പരിധിവരെ അവരുടെ പല ആശ്വാസങ്ങൾക്കും കാരണമായി മാറും. അതുകൊണ്ട് തന്നെ ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ദോഷങ്ങളില്ല. പ്രത്യേകിച്ച് വിദേശ സംബന്ധമായി പണം ഇവരിലേക്ക് എത്തിച്ചേരാം. തങ്ങളുടെ ക്രിയേറ്റിവിറ്റി, തങ്ങളുടെ കാർമ്മിക ശക്തി കൊണ്ടുണ്ടാകാവുന്ന ജോലി സംബന്ധമായ കാര്യങ്ങളിലെ ഉയർച്ചയും അതുപോലെ തന്നെ പ്രാഗൽഭ്യവും കൊണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കണം. ആരോഗ്യമാണ് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത്. ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വന്തം ശരീരത്തെ ഒരുപക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ടി വന്നേക്കാം ഇവർക്ക്. അങ്ങനെ ഒരു അവസരം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10ലെ ശനി, അതിലിനി 4-5 മാസം കൂടെ ഉള്ളൂ ശനി മാറാൻ. പാദവസനെ ശനി എന്നാണ് പ്രമാണം. ശനി പാദങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ സർവനിവൃത്തി പ്രസ്ഥാനങ്ങൾക്കും ആധാരമായ പാദങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും കിടക്കപ്പായിലാകാനുള്ള സാധ്യതയുണ്ട്. ജന്മത്തിലെ വ്യാഴവും അത് സൂചിപ്പിക്കുന്നു. ഒപ്പം 2ാം ഭാവത്തിലെ ചൊവ്വ പറയുന്നത് ജോലി സംബന്ധമായ കാര്യങ്ങളിലും വാക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലും കുടുംബത്തിലും ഒക്കെ തന്നെ ചൊവ്വയുടെ ഒരു ഇടപെടൽ, പ്രത്യേകിച്ചും മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ അസ്വസ്ഥനാണ്. അതുകൊണ്ട് പാപഗ്രഹത്തിന് അസ്വസ്ഥതയോ ശക്തിയോ കുറയുമ്പോൾ സ്വാഭാവികമായി അവർ കൂടുതൽ ദുഷ്ടനാകും. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. സ്വന്തം വാക്ക് തന്നെ കുടുംബത്തിലോ തങ്ങുന്ന ഇടങ്ങളിലോ ജോലി സ്ഥലത്തോ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മുഖം കാത്തുരക്ഷിക്കണം. മുഖത്ത് അപകട സാധ്യതയോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൽ സ്വന്തം വാക്ക് തന്നെ വലിയ ശത്രുവായി മാറുമെന്ന് കാണുന്നുണ്ട്. 2 ധനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ധനം വരുന്ന കാര്യത്തിലും സ്വന്തം അഭിപ്രായക്കേടുകളോ സ്വന്തം ഈർഷ്യയോ അഹന്തയോ ഒക്കെ തന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ കണ്ടകശനിയെയും ജന്മത്തിലെ വ്യാഴത്തെയും ഒപ്പം തന്നെ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയെയും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ബുധൻ ഇവർക്ക് 5-ൽ നിന്ന് 6-ലേക്ക് മാസത്തിൻ്റെ ഏകദേശം പകുതിയാകുമ്പോൾ, കാൽഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ 1/3 ആകുമ്പോൾ മാറുന്നുണ്ട്. അതായത് 10-ാം തീയതി ബുധൻ തുലാം രാശിയിലേക്ക് പോകുന്നു. 6-ലെ ബുധൻ അത്ര ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ 5-ൽ നിൽക്കുന്ന ബുധൻ ഗുണമാണ്. ശേഷം 28-ാം തീയതി 26-ാം തീയതി ബുധൻ വീണ്ടും 7-ലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ചെറിയ ഗുണങ്ങളൊക്കെ വരിക. ശുക്രൻ 6-ലും 7-ലും സഞ്ചരിക്കുന്ന കാലം സാമ്പത്തികമായിട്ട് ഗുണമൊക്കെ ഉണ്ടാകുമെങ്കിലും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ 2-ൽ നിൽക്കുന്ന ചൊവ്വയെയും അതുപോലെ തന്നെ കണ്ടകശനിയെയും അതുപോലെ തന്നെ ശുക്രൻ്റെ 6-ലെയും 7-ലെയും സഞ്ചാരവും ഒക്കെ ചേർത്ത് വായിക്കണം. വളരെ സൂക്ഷിച്ച് കുടുംബത്തിൽ പെരുമാറേണ്ടി വരും. അങ്ങേയറ്റം സുതാര്യതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യണം. ബന്ധങ്ങളെ വിലമതിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷങ്ങൾ ഈ മാസത്തിൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലെങ്കിലും ഇവർക്ക് ആശ്വാസമുണ്ടാകും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ താരതമ്യേന ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6-ാം തീയതി വൈകുന്നേരം വരെ, അതിനുശേഷം 7, 8 ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമുള്ളത് 13-ാം തീയതി സായാഹ്നത്തിന് ശേഷം 14, 15 സായാഹ്നം വരെയും ഗുണമാണ്. പിന്നെ 16-ഉം 17-ഉം താരതമ്യേന ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 20, 21, 24, 25 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് ഇടവക്കൂറുകാർക്ക് കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, 2ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ തന്നെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഏകദേശം 12-ാം തീയതി വരെ ശുക്രൻ്റെ നില ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യും. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഭാഗ്യം, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഏത് പ്രവർത്തനങ്ങളിലും ഭാഗ്യം അനുകൂലമായി വരുന്നതുകൊണ്ട് ഇവർ പോലും പ്രതീക്ഷിക്കാതെ പല രംഗങ്ങളിലുമുള്ള വിജയമൊക്കെ ഇവർക്കുണ്ടാകാം. അതുകൊണ്ട് പൊതുവെ ഗുണകരമായിട്ടാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ഏകദേശം പകുതി വരെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ സൗഹാർദ്ദങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ ഒക്കെ ചെറിയ ചില അകൽച്ചയോ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാം മാസത്തിൻ്റെ പകുതിക്ക് ശേഷം എന്ന് കാണുന്നു. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ മാസം പകുതിയോടുകൂടി 5-ലേക്ക് വരികയാണ്. 5 നീചരാശിയാണ് സൂര്യൻ്റെ. അപ്പോൾ സ്വാഭാവികമായും സന്താനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത, സന്താനങ്ങൾ ഉഴപ്പുകയൊക്കെ ചെയ്യാം. പിതാവിന് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ, പ്രത്യേകിച്ചും കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അത് മാസത്തിലെ അവസാനത്തെ ഒരു 10-12 ദിവസങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്. എന്നാൽ ബാക്കി കാര്യങ്ങളിൽ ഇവർക്ക് പൊതുവെ ഗുണം കാണുന്നുണ്ട്. 9-ൽ ഇവർക്ക് മിഥുനക്കൂറിനെ സംബന്ധിച്ചുള്ള 9-ാം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരവും. 9 പിതൃഭാവമാണ്. ഇതെല്ലാം കൂടി കണക്കിലെടുക്കണം. ശനിയുടെയും സൂര്യൻ്റെയും നില മോശപ്പെട്ട അവസ്ഥകളിലാവുമ്പോൾ പിതൃഭാഗത്തുള്ളവർക്കോ പിതൃസമാനരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ഗുരുസ്ഥാനീയരായ വ്യക്തികൾക്കോ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടാകാം. ഇവർക്ക് ആസൂത്രണത്തിൻ്റെ കുറവ് കൊണ്ടാകാം ചിലപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട യാത്രകളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. പഠനവുമായി ബന്ധപ്പെട്ട് ഈ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ അല്പം പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പൊതുവെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളും ഇവരുടെ തന്നെ കഴിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏത് വിധേനയും തങ്ങൾക്ക് ആവശ്യമുള്ള പണം സ്വരൂപിക്കാനുള്ള ഒരു കഴിവ് ഈ മാസവും ഇവർക്കുണ്ട്. അത് വലിയ ദോഷം ചെയ്യില്ല. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടോ മൂർച്ചയുള്ള വസ്തുക്കൾ കൊണ്ടോ ഒക്കെ ശരീരത്തിൽ മുറിവുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ സ്പീഡിൽ വാഹനം ഓടിക്കുന്നതും വളരെ ശ്രദ്ധിക്കണം ഇവർ. അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്. കണ്ണ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മാതാവത്വമുള്ള ദീർഘദൂര യാത്രകളൊക്കെ വളരെ ആലോചിച്ചിട്ട് മാത്രമേ പാടുള്ളൂ. അത്തരം കാര്യങ്ങളിലുമൊക്കെ ചെറിയ പ്രശ്നം കാണുന്നുണ്ട്. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. 1-ാം തീയതി വൈകുന്നേരം വരെ ഗുണമുള്ള ദിവസമാണ്. അത് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 7, 8, 9, 10, 11 രാവിലെ 10:30 വരെയും ഗുണമാണ്. ശേഷം 15 സായാഹ്നത്തിന് ശേഷം 16, 17, 18, 19, 21 രാത്രിക്ക് ശേഷം 22, 23, 26, 27, 28 രാത്രി വരെയും ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. കുറേ നാളായി അഷ്ടമശനിയുടെയും അതുപോലെ തന്നെ 9-ൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ദോഷമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും 11-ാം ഭാവത്തിലെ വ്യാഴം പലർക്കും ഏതെങ്കിലും വിധത്തിലുള്ള അനുഗ്രഹമായി വരുന്നതായി വിവരങ്ങളുണ്ട്. അതുകൊണ്ട് 11-ലെ വ്യാഴത്തിൻ്റെയും 12-ലെ ചൊവ്വയുടെയും 4-ൽ
പിന്നെ 5-ൽ 4-ലും 5-ലുമായി സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും നിലകൾ ഇവർക്ക് കൂടുതൽ അനുഗ്രഹമായി വരും. ശുക്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ലും 5-ലും സഞ്ചരിക്കുമ്പോൾ കുടുംബത്ത് സമാധാനം, തങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തിന് കുറച്ചുകൂടി മാറ്റമുണ്ടാകുന്നൊരവസ്ഥ, ആശ്വാസകരമായ മാറ്റമുണ്ടാകുന്നൊരവസ്ഥ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥയൊക്കെ ഈ മാസത്തിൽ കാണുന്നുണ്ട്. പൊതുവെ ആശ്വാസത്തിൻ്റെ ഒരു കാര്യം കാണുന്നു. ചില തടസ്സങ്ങളൊക്കെ മാറിയതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടവും ഏതെങ്കിലും തരത്തിലൊക്കെ വരാം. ഒരുപക്ഷെ സാമ്പത്തിക നേട്ടം എന്നുദ്ദേശിക്കുന്നത് ഭാഗ്യം അനുകൂലമാകുന്ന അവസ്ഥയും ആയി ചിന്തിക്കണം. കാരണം 11-ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ സർവാഭീഷ്ടം എന്നാണ് പറയുന്നത്. സർവ്വകാര്യങ്ങൾക്കും അഭീഷ്ടമായ സ്ഥാനം. അവിടെ വ്യാഴം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഗുണത്തെയാണ് വരുന്നത്. 11-ാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴമാണെങ്കിൽ 4-ലും 5-ലുമായി സഞ്ചരിക്കുന്നു. ഇതെല്ലാം തന്നെ പൊതുവെ ഗുണകരമായിട്ട് വേണം കർക്കിടകക്കൂറിന് വരാൻ. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, പുതിയ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു. വാഹനം പുതിയത് വാങ്ങുകയോ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റുകയോ ഒക്കെ ചെയ്യാം. വീട്ടിലും മൊത്തത്തിലൊരു മാറ്റം വരുന്നതായി കാണുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതിൽ നിന്നും അല്പം താമസിച്ചോ അല്ലെങ്കിൽ അല്പം ബജറ്റ് കൂടിയോ ഒക്കെ ആയിരിക്കും ഇവരെ ബാധിക്കുക. കാരണം അഷ്ടമത്തിലെ ശനി മാറിയിട്ടില്ല എന്ന് ചിന്തിക്കണം. അതുപോലെ 9-ലെ രാഹു ചില യാത്രകൾക്ക് തടസ്സമുണ്ടാക്കിയേക്കാം. പ്രത്യേകിച്ച് വലിയ ചില പ്രോജക്റ്റുകൾക്ക് ആദ്യം ഒരു തടസ്സമൊക്കെ ഉണ്ടാക്കിയേക്കാം. എന്നാൽ വിശേഷ ബുദ്ധിയോടുകൂടി വളരെ പ്ലാൻ ചെയ്ത് ഓരോ കാര്യവും ചെയ്താൽ അതിൽ വിജയമുണ്ടാകുമെന്നും കാണുന്നുണ്ട്. പിതാവിന് ശാരീരികമായ പ്രത്യേകിച്ചും ത്വക്ക് രോഗ സംബന്ധമോ അല്ലെങ്കിൽ അലർജി സംബന്ധമോ ആയ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവേ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥയിലൂടെയായിരിക്കും കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഈ മാസം കടന്നു പോവുക. അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3 നല്ല ദിവസമാണ്. അത് കഴിഞ്ഞാൽ 9, 10, 11-ാം തീയതി, 12-ാം തീയതി, 13 ഒക്കെ താരതമ്യേന ഗുണമുള്ള ദിവസമാണ്. പിന്നെ 18, 19, 20, 21 രാത്രി വരെ, തിരിച്ച് 24, 25 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ട് കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനി, അഷ്ടമത്തിലെ രാഹു, 2-ലെ കേതു, ഇതെല്ലാം ദോഷം തന്നെയാണ്. എന്നാൽ 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും 10-ലെ വ്യാഴവും ഇവരുടെ കർമ്മരംഗത്തിന് ഇപ്പോഴും യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ചെറിയ വിഷമങ്ങളും പ്രശ്നങ്ങളും 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി സമ്മാനിക്കുമെങ്കിലും അതിനെ അതിജീവിക്കാൻ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് സാധിക്കും. കാരണം ശനിയുടെ 4-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 4-ാം ഭാവം എന്ന് പറയുന്നത് അതൊരു ആശ്വാസത്തിൻ്റെയും അതുപോലെ സഹകരണത്തിൻ്റെയും ഭാവമാണ്. അങ്ങനെ വരുമ്പോൾ വ്യാഴം ഇവിടെ കാര്യങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോയി പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരുടെ കർമ്മരംഗത്തെ ശോഭിപ്പിക്കും എന്ന് തന്നെ വിചാരിക്കണം. അതുപോലെ 11-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് സ്വന്തം കഴിവിനനുസരിച്ച് ഉയരാൻ, സ്വന്തം കഴിവിനെ ഏറ്റവും പ്രസരിപ്പോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് അർപ്പിക്കാൻ സാധിക്കുന്ന ഒരവസരം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗമടങ്ങുന്ന ചിങ്ങക്കൂർ രാശിക്കാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായവും കേൾക്കാൻ സാധിക്കും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കേണ്ടത്. ആദ്യത്തെ ഒരു 10-12 ദിവസം കഴിഞ്ഞാൽ പിന്നീട് കുടുംബ ബന്ധങ്ങളിലും ഇവർക്ക് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ച് പുതിയ വസ്തു, പുതിയ വാഹനം, പുതിയ കെട്ടിടം, പുതിയ വീട്, ഇതൊക്കെ ഇവരിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുന്നതാണ്. അല്ലെങ്കിൽ വാടകയ്ക്കാണെങ്കിൽ പോലും പുതിയൊരു ആവാസ കേന്ദ്രത്തിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടം വാഹനത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. പൊതുവെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ട് വീട്ടിൽ ഒരല്പം അസ്വാരസ്യം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും ഇവരെ നേരാവണ്ണം കുടുംബത്തിന് കിട്ടില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ ഉണ്ടാകാം. സന്താനങ്ങൾക്കും വലിയ ദോഷമൊന്നും കാണുന്നില്ല. സഹോദരന്മാരിൽ നിന്നും അടുത്ത ബന്ധുജനങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് ഇപ്പോഴും സാമ്പത്തികമോ മറ്റു സഹായ സഹകരണങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുണ്ടാകുന്ന അണുബാധയും ശാരീരികമായ അവശതയുമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഉദരം, അതുപോലെ തന്നെ ലോവർ അബ്ഡമിൻ, അതായത് വയറിൻ്റെ അടിഭാഗങ്ങൾ, ആധാരശിലകൾ എന്ന് പറയുമ്പോൾ നട്ടലിൻ്റെ തുടക്കം, ബേസ്, മൂലാധാരം, ജെനിറ്റൽ ഓർഗൻസ്, ഈ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ അണുബാധയോ ഉണ്ടാകാം. അതുകൊണ്ട് ധാരാളം ജലം കുടിക്കുക, കൃത്യമായ മരുന്നുകൾ സേവിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരോട് ഉപദേശിക്കാനുള്ള ആകെ വഴി. കൃത്യമായ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹവും ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ പൊതുവേ ചിങ്ങക്കൂറിന് ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിലും
ജോലിയുടെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും കാര്യത്തിൽ ഗുണം കാണുന്നുണ്ട്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം സാമ്പത്തികമായി നല്ല ഒരു നില എത്തിച്ചേരുമെന്ന് കാണുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഭാഗ്യം ഇവരെ അനുഗ്രഹിക്കും സാമ്പത്തിക കാര്യത്തിൽ എന്ന് തന്നെ ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരം വരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ 4, 5, 6 വൈകുന്നേരം വരെയും നല്ലതാണ്. അത് കഴിഞ്ഞാൽ 11-ാം തീയതി രാവിലെ 10:30 ശേഷം 12, 13, 14, 15 ഗുണമുള്ള ദിവസങ്ങളാണ്. പിന്നെ 20, 21 രാത്രി വരെയും ഗുണമാണ്. 20, 21, 22, 23 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ 26, 27, 28 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും 10-ലെ ചൊവ്വയുടെയും 2-ൽ മാസത്തിൻ്റെ ഏകദേശം 12-ാം തീയതി വരെ, അതായത് ഏകദേശം ആദ്യത്തെ 1/3 കഴിഞ്ഞ് 1-2 ദിവസം കൂടി ശുക്രൻ്റെ 2-ലെ നിലയും വളരെ ഗുണത്തെയാണ് കാണിക്കുന്നത്. ബുധൻ അതുപോലെ തന്നെ 4-ാം ഭാവത്തിലും പിന്നീട് 2-ാം ഭാവത്തിലും പിന്നീട് 3-ലേക്കും പോകുന്നുണ്ട്. ശുക്രനും അതുപോലെ 12-ാം തീയതിക്ക് ശേഷം 3-ാം ഭാവത്തിലേക്ക് പോകുന്നുണ്ട്. ശുക്രൻ്റെ 3-ലെ നില അത്ര നല്ലതല്ല കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആദ്യത്തെ പകുതിയിൽ തന്നെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടവും മറ്റു ഗുണങ്ങളുമൊക്കെ കാണുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ കുറച്ച് ആശ്വാസം ഉണ്ടാകുന്നുണ്ട് ഇവർക്ക്, പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം. എന്നാൽ മുഖം, കണ്ണ്, ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ സർവ്വ കാര്യങ്ങൾക്കും അനുഗ്രഹമായി 9-ലെ വ്യാഴം ഇവരിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അനുഗ്രഹം, ഈശ്വരാധീനം, വിഷ്ണുവിൻ്റെ അനുഗ്രഹം നന്നായി ഇവരിൽ ഉണ്ടാകും. ബൃഹസ്പതിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ ധനസംബന്ധമായ കാര്യങ്ങളിൽ വിദേശത്തു നിന്ന് ധനസഹായം ഉണ്ടാവുക, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വിദേശത്ത് പുതിയ സൗകര്യങ്ങളും പുതിയ ആശ്വാസങ്ങളും ഉണ്ടാവുക, അവിടെ സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളിൽ ഗുണപരമായ മാറ്റമുണ്ടാവുക, അതുപോലെ തന്നെ പഠന സംബന്ധമായ കാര്യങ്ങളിലും വിദേശത്തോ നാട്ടിൽ തന്നെയോ ഒക്കെ ഗുണമുണ്ടായി വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ഭാഗ്യമാണ് ഇവരെ കൂടുതലായിട്ട് ഇപ്പോൾ കടാക്ഷിക്കുക. സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന മേഖലകളിൽ കർമ്മരംഗത്ത് ഇവർക്ക് കൂടുതൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. അതിന് തക്കവണ്ണമുള്ള പ്രസരിപ്പും മാനസികമായ ധൈര്യവും ഇവരിലേക്ക് ഈ മാസം അനായാസേന എത്തിച്ചേരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗ്യ അനുകൂലമായ കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിൻ്റെ ഇതാണ്. ചില അധമ ബന്ധങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉയർച്ചയും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടവുമൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രവർത്തനങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം ബന്ധങ്ങളൊക്കെ കടന്നു വരാം. പക്ഷേ വളരെ സൂക്ഷിക്കണം. അത് ആരോഗ്യ സംബന്ധമായി, അത് മാനസികമായാലും ശരി ശാരീരികമായാലും ശരി നിങ്ങളെ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ, ഈ നക്ഷത്രക്കാരെ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കുടുംബ ബന്ധങ്ങളെയും അത് ബാധിക്കാം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള ധാരണകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. അതുകൊണ്ട് വളരെ സുതാര്യമായ, വളരെ നേരേവോ എന്ന മട്ടിലുള്ള സ്വഭാവമായിരിക്കും ഇവർക്ക് നല്ലത്. അണുബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആശുപത്രി പരിസരങ്ങൾ, അതുപോലെ തന്നെ മലീമസമായ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പോകുമ്പോൾ അങ്ങേയറ്റം മുൻകരുതലുകൾ ഇവർ എടുക്കണം എന്ന് തന്നെ പറയുന്നു. ശ്വാസകോശ സംബന്ധമോ ത്വക്ക് രോഗമോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരെ ബാധിക്കാനിടയുണ്ട്. ക്ഷുദ്രജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാം. ഭക്ഷണത്തിൽ നിന്ന് ഇവർക്ക് വിഷബാധ ഏൽക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഉദരവും ഇവർക്കല്പം ദോഷത്തെ കാണുന്നു. അത്തരം കാര്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉദര സംബന്ധമായി ഇവരെ ബാധിക്കാനിടയുണ്ട്. എന്നാൽ സാമ്പത്തികമായ നേട്ടത്തിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും സർവോപരി ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് ഈ നെഗറ്റീവായി ഞാൻ പറഞ്ഞ, പ്രത്യേകിച്ച് രോഗബാധയുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളിലും ഒക്കെ തന്നെ ഈശ്വരാധീനം ഇവരെ രക്ഷിക്കും എന്ന് തന്നെ ചിന്തിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 2, 3, 6-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 7, 8, അത് കഴിഞ്ഞാൽ 13-ാം തീയതി സായാഹ്നത്തിന് ശേഷം 14, 15 സായാഹ്നം വരെ, 15-ാം തീയതി സായാഹ്നത്തിന് ശേഷവും ഗുണമാണ് കാണുന്നത്, 16, 17, അത് കഴിഞ്ഞാൽ പിന്നെ 21 രാത്രിക്ക് ശേഷം 22, 23, 24, 25 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ല സാമ്പത്തികമായ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. പകുതി അടുപ്പിച്ച് പകുതിക്ക് ശേഷവുമൊക്കെയായി ഈ സാമ്പത്തിക നില ഇവരെ അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ചിലവൽപ്പം കൂടിയിരിക്കും മാസ അവസാന ദിവസങ്ങളിലെന്നും ഓർക്കുക. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷം ഇവർക്ക് ഏതെങ്കിലും വിധേനയൊക്കെ ഉണ്ടാകും. ഈശ്വരാനുഗ്രഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രഹങ്ങളുടെയും മുകളിലാണ് ഈശ്വര സങ്കല്പം. അതുകൊണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. അഷ്ടമത്തിൽ പോയി വ്യാഴം നിൽക്കുമ്പോൾ ബൃഹസ്പതി, അതായത് വിഷ്ണു എന്ന് പറയുന്ന ദേവൻ്റെ അനുഗ്രഹത്തിന് തടസ്സമുണ്ടാകുമെന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമുക്ക് പ്രാർത്ഥന വർദ്ധിപ്പിക്കാനുള്ള കാരണമായി മാറ്റണം. മനസ്സാണ് എല്ലാത്തിൻ്റെയും പ്രധാനം. അതുകൊണ്ട് 8ാം ഭാവം മറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് മരണത്തെ 8 കൊണ്ട് ചിന്തിക്കുന്നത്. അപ്രതീക്ഷിതമായി കടന്നു വരുന്നതെല്ലാം 8 കൊണ്ട് ചിന്തിക്കണം. അതുകൊണ്ട് നിധി, മരണം ഇതെല്ലാം 8ാം ഭാവമാണ്. ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗം, ഉള്ളിൽ നിന്നുള്ള ശക്തി പുറത്തേക്ക് വരുന്ന ഭാഗം, ഇതെല്ലാം തന്നെ 8 കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് വ്യാഴത്തിൻ്റെ നില. അപ്പോൾ ഈ പറയുന്ന ഭാവങ്ങളിലൊക്കെ തന്നെയും, ഈ പറയുന്ന അടയാളങ്ങളിലൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വരാധീനക്കേട്, ഭാഗ്യക്കേട് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 7ൻ്റെ 2 8. അപ്പോൾ കുടുംബത്തെയും അത് ബാധിക്കാം, നിവൃത്തി സ്ഥാനങ്ങളെ ബാധിക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 7ാം ഭാവാധിപനായ ചൊവ്വയാണെങ്കിൽ 9ൽ പോയി നിൽക്കുന്നു. 9ലെ ചൊവ്വ താരതമ്യേന ദോഷമൊന്നും വരുത്തില്ല. എന്നാൽ പിതാവിന് ചെറിയ ശാരീരിക അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. എന്നാൽ പിതാക്കന്മാരിൽ നിന്ന് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഗുണമുണ്ടാകും. കാരണവസ്ഥാനത്തിൽ നിന്ന് ഗുണമുണ്ടാവുക, സാമ്പത്തികമായിട്ടുള്ള ഗുണം കുടുംബത്തിൽ നിന്ന് കിട്ടുക, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗം വയ്ക്കുകയോ കുടുംബത്തിൽ നിന്ന് വളരെ അടിയന്തരമായ ചില കർമ്മങ്ങളിൽ ഇവർക്ക് പണം വരികയോ ചെയ്യാം. ചിലപ്പോൾ സ്വന്തം വീട് നിർമ്മാണത്തിനോ, അല്ലെങ്കിൽ മക്കളുടെ വിവാഹ സംബന്ധമായ കാര്യത്തിനോ, അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവിനോ, പഠനത്തിന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവിനോ ഒക്കെ തന്നെ കാരണവസ്ഥാനത്തു നിന്നോ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ സഹായമുണ്ടാകാം. പ്രത്യേകിച്ചും പിതാവോ പിതാവിന് തുല്യരായ വ്യക്തികളോ ഒക്കെ അതിന് വലിയ സഹായമായി മാറും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഞാൻ നേരത്തെ പറഞ്ഞു. പിതാവിനോ പിതൃസമാനരായ വ്യക്തികൾക്കോ ഗുരുസ്ഥാനീയരായവർക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ഒക്കെ ശാരീരികമായ അവശതയോ ത്വക്ക് രോഗമോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും സർജറിക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. എന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കാം ചിലപ്പോൾ സഹായിക്കുന്നവർക്കുണ്ടാകുന്ന രോഗമോ അവശതയോ പ്രശ്നങ്ങളോ ആകാം ഒരുപക്ഷെ ഇവർക്ക് 8ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദുര്യോഗം സമ്മാനിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ആരോഗ്യവും ഏറ്റവും ആശ്രിതരുടെ, തങ്ങളെ സഹായിക്കുന്ന വ്യക്തികളുടെ ആരോഗ്യവും അങ്ങേയറ്റം നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അങ്ങേയറ്റം വ്യക്തിത്വത്തോടുകൂടി ആത്മാർത്ഥതയോടും കൂടി സഹകരിക്കാൻ ശ്രമിക്കുക. സാമ്പത്തികമായ നേട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകാം. ധനകാരകൻ കൂടിയാണ് വ്യാഴം. അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ, വളരെ അത്യാവശ്യമായി നിൽക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ കടബാധ്യതയൊക്കെ വേണ്ടിവരും. അതുകൊണ്ട് അതായിരിക്കാം ഏറ്റവും അടുത്തുള്ളവർ സഹായിക്കേണ്ടിയൊക്കെ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളത് മാസത്തിൻ്റെ തുടക്കത്തിലും പിന്നീട് 12ാം തീയതിക്ക് ശേഷം 2ലേക്കും പോകുന്ന ശുക്രൻ്റെ നിലയാണ്. ജന്മത്തിലും 2ലുമായി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വ്യക്തിത്വം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്ന ഇവരുടെ വ്യക്തിഭാവം കുറച്ചുകൂടി പോസിറ്റീവാകും. കുറച്ചുകൂടി സുന്ദരന്മാരും സുന്ദരികളുമാകും ഈ നക്ഷത്രക്കാർ. അവർക്ക് അവരുടെ ആശയങ്ങൾ നന്നായി മറ്റുള്ളവരോട് പറയാനും പ്രചരിപ്പിക്കാനും സാധിക്കും. അത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം പ്രവർത്തന രംഗത്ത് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ലാഭവും ഇവർക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. പ്രധാനമായും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കലാപരമായ കഴിവോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ സ്വാധീനിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള കഴിവോ ഒക്കെ തന്നെ ഇവർക്കിപ്പോൾ സാമ്പത്തിക നേട്ടമായി മാറും. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ വിജയമുണ്ടാക്കാൻ സാധിക്കും. യാത്ര ഗുണകരമായി കാണുന്നു. കുടുംബത്തിൽ ബന്ധങ്ങളിലൊക്കെ കൂടുതൽ ഊഷ്മളതയും സന്തോഷവും ഇവർക്കിപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. അതെല്ലാം ഗുണമാണ്. എന്നാൽ എല്ലാത്തിനും മുകളിൽ ഇവർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനിയുടെയും അതുപോലെ തന്നെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെയും നിലയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ഉണ്ടായേക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 6ലെ രാഹു ശത്രുവിനെ പ്രബലനാക്കുമെന്നും ചിന്തിക്കുക. ഉദരരോഗത്തിനും കാരണമാകും. 12ലെ കേതു ചിലവുണ്ടാക്കാം. നമ്മുടെ ഈ നക്ഷത്രക്കാരുടെ തന്നെ മോശം പ്രവർത്തനങ്ങൾക്കോ കോലാഹലങ്ങൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ വ്യവഹാരങ്ങൾക്കോ അതായത് കേസുകൾക്കോ ഒക്കെ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാലും സാമ്പത്തികമായി വലിയ അലച്ചിൽ ഇവർക്കിപ്പോൾ കാണുന്നില്ല. അത് പൊതുവെ ശുക്രൻ്റെയും അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും ഒക്കെ അനുഗ്രഹമാണ്. ബുധനും ഇവർക്ക് കഴിവുള്ളവർക്ക് തങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചൊക്കെ ജീവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണത്തെയാണ് കൊടുക്കുക. ഈ മാസം ഒക്ടോബർ മാസം തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായ ഗുണമുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6 തീയതി വൈകുന്നേരം വരെ, 9, 10, 11 തീയതി രാവിലെ 10:30 വരെ, ശേഷം 15 സായാഹ്നത്തിന് ശേഷം
16, 17, 18, 19 ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് 24, 25, 26, 27, 28 ദിവസങ്ങളും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. അതുപോലെ തന്നെ 5-ൽ സഞ്ചരിക്കുന്ന രാഹു, 11-ൽ സഞ്ചരിക്കുന്ന കേതു, ശുക്രൻ 12-ലും ജന്മത്തിലുമായി ഈ മാസം കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ലെ ശുക്രൻ അത്ര ദോഷമൊന്നും ചെയ്യില്ല. പക്ഷേ കൂട്ടായ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ അങ്ങേയറ്റത്തെ കരുതലുണ്ടാവണം. ഏറ്റവും ഒടുവിൽ പരിഹസിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുന്ന കൂട്ടത്തിൽ അഗ്രഗണ്യരാകും 12-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ആ വ്യക്തികൾ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശുക്രൻ സ്വന്തം രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്കാണ് കടക്കുന്നത്, വൃശ്ചികത്തിലേക്ക്. ശത്രുരാശിയാണെങ്കിൽ പോലും ശുക്രന് അവിടെ ഗുണത്തെ ചെയ്യാൻ ജന്മഭാവമായതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ, പ്രണയ സംബന്ധമായ കാര്യങ്ങൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പ്രാധാന്യം അർഹിക്കുന്ന മേഖലകളിൽ അവർക്ക് ഏറ്റവും നന്നായി പെരുമാറാൻ സാധിക്കുകയും അതവരുടെ കർമ്മരംഗത്തിന് വളരെ ഗുണം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടമുണ്ടാകും. സർവ്വകാര്യങ്ങളിലും ഇവർക്കൊരു അനുഗ്രഹമുണ്ടാവും. പ്രവർത്തനങ്ങളിൽ ഒരു തീർപ്പുണ്ടാകാൻ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏതെങ്കിലും കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് നന്നായി പരിഹരിക്കാൻ ഒക്കെ തന്നെ ഈശ്വരാധീനം ഇവരെ ഇപ്പോൾ അനുഗ്രഹിക്കും. വിദേശത്തു നിന്ന് ധനസഹായമോ വിദേശവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിലോ ഗുണമുണ്ടാവും. സാമ്പത്തികമായ നേട്ടമാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് ഉതകുന്ന വിധത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാന വിജയം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനം ഇവർക്കുണ്ടാകണം. ശുക്രൻ്റെ നിലയുമൊക്കെ അതാണ് കാണിക്കുന്നത്. വരും മാസങ്ങളിലും ശുക്രൻ ഇവർക്ക് ഗുണകരമായിട്ടാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും ഇവർക്ക് ഗുണമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന വിഷയം വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നതാണ്. അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് പടികൾ കയറുന്ന കെട്ടിടങ്ങളുള്ള സ്ഥലം, തെന്നി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വീഴ്ച സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ അങ്ങേയറ്റം കരുതലോടുകൂടി, അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ മനസ്സും സൂക്ഷിക്കണമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു അബദ്ധ സഞ്ചാരം ചിലപ്പോൾ ഇവർക്ക് അപകട സാധ്യതയെ ക്ഷണിച്ചു വരുത്താം. ബന്ധങ്ങളിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കലഹമോ അഭിപ്രായ വ്യത്യാസമോ ചിലപ്പോൾ ഇവരെ കുറച്ച് നാളത്തേക്ക് മാനസികമായി അകറ്റി നിർത്തിയേക്കാം. അത് വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിൽ മുറിവുണ്ടാകാം. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അപകട സാധ്യതകൾ ഉണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കുക, സ്പീഡ് കുറയ്ക്കുക, ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളുമായി പെരുമാറുമ്പോൾ അങ്ങേയറ്റം കരുതലോടുകൂടി അതൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. സാമ്പത്തിക നേട്ടവും ഇവരുടെ ചില പ്രോജക്റ്റുകളിലെ വിജയകരമായ മുന്നേറ്റവുമൊക്കെ ഈ മാസം ഉണ്ടാകും. വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും സൗഹാർദ്ദങ്ങളിലുമൊക്കെ ഗുണങ്ങളുണ്ടാകും. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് പറയാൽ ആരോഗ്യവും അപകടവും ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഗുണകരമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി, 2, 3 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ 6 വൈകുന്നേരം മുതൽ 7, 8 നല്ലതാണ്. പിന്നെ 11-ാം തീയതി രാവിലെ 10:30 ശേഷം 12, 13 നല്ല ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ 18, 19, 20, 21 രാത്രി വരെ നല്ലതാണ്. പിന്നെ 26, 27, 28 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതായി കാണും. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചില യാത്ര പോകേണ്ടി വന്നേക്കാം. സാഹസികമായ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഇടങ്ങളിലേക്ക് ഒരു ഔട്ട് ഉണ്ടാകുന്നത് നല്ലതാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്ന പ്രവർത്തന രംഗങ്ങളിൽ തുടർന്നു വരുന്ന ദിവസങ്ങൾ മനസ്സ് വളരെ സന്തോഷകരമായി ഇടപഴകും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകും. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ 10-12 ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് അനുകൂലമായ പല കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ നന്നായി ഇടപഴകാൻ സാധിക്കുന്ന ഒരവസരം ശാരീരികമായും മാനസികമായും ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകമായി കാണുന്നത്. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ, മാസത്തിൽ പകുതി വരെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കർമ്മരംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങൾക്കൊരു മാറ്റം കാണുന്നുണ്ട്. തങ്ങളുടെ വ്യക്തിത്വം ഏറ്റവും നന്നായി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ശോഭിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആഴ്ച, ഒരു മാസം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മാസം പകുതിക്ക് ശേഷം ഒരു സാമ്പത്തികമായ ഹൈപ്പും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ജോലി രംഗത്ത് ഒരു ഉയർച്ച കാണുന്നുണ്ട്. അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന അരിയേഴ്സ്
ഒക്കെ കിട്ടിയേക്കാം. മറ്റുള്ളവർ തരാനുണ്ടായിരുന്ന പണം തിരിച്ചു തരാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലത കൈവരികയും അത് മുന്നോട്ട് വളരെ വിജയകരമായി പോവുകയും ചെയ്യാം. വയറ് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇപ്പോഴും ഒറ്റപ്പെട്ട ചില ശത്രുക്കളുടെ ആക്രമണങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക തന്നെ വേണം. ഇടയ്ക്കിടയ്ക്ക് മാനസികമായി ഇവരെ കെടുത്താൻ തക്കവണ്ണമുള്ള ശക്തി അവർക്കിപ്പോഴുമുണ്ട്. കാരണം പത്താം ഭാവത്തെ കർമ്മരംഗത്തെ സ്വാധീനിക്കുന്ന രാഹുകേതുക്കൾ സൂര്യൻ്റെ കൂടെ മാസം പകുതി വരെ നിൽക്കുന്നത് കൊണ്ട് തങ്ങളുടെ വിഷനെ, തങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ ഏതെങ്കിലും തരത്തിൽ പാരവയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരും. അതിൽ അടിപതറാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കി ഗ്രഹങ്ങൾ അനുഗ്രഹമായി നിൽക്കുന്നത് കൊണ്ട് ഈ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് വലിയ തോൽവിയൊന്നും വരില്ല. അത് ആദ്യം മനസ്സിനെ ഉറപ്പിച്ച് വിശ്വസിപ്പിക്കുക. തങ്ങൾക്ക് ശക്തിയുണ്ട്. ഈ നിസാരപ്പെട്ട പരിഹാസങ്ങളെയും വെല്ലുവിളികളെയും എതിർത്തുകൊണ്ട് കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുമെന്ന് ഉറച്ച് മനസ്സിനോട് പറഞ്ഞുകൊണ്ട് ഈശ്വര വിചാരത്തോടു കൂടി തങ്ങളുടെ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഇവരോടൊപ്പമുണ്ട്. 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായി ചില വെല്ലുവിളികൾ ഇവർക്ക് ഉയർത്തും, അതില്ല എന്ന് പറയുന്നില്ല. പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഇരട്ടി ചിലവുകൾ വന്നേക്കും. എന്നാൽ പോലും പല കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ വിജയം കൈവരിക്കാൻ സാധിക്കും. ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 2, 3, 4, 5, 6-ാം തീയതി വൈകുന്നേരം വരെ, അത് കഴിഞ്ഞാൽ 9, 10, 11 രാവിലെ 10:30 വരെ, ശേഷം 13-ാം തീയതി സായാഹ്നത്തിന് ശേഷം 14, 15 സായാഹ്നം വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 20, 21, 22, 23 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് വ്യാഴത്തിൻ്റെ 5ലെ നില തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി വരുന്നത്. ഒപ്പം 10ലും 11ലുമായി സഞ്ചരിക്കുന്ന ശുക്രനും 2 ആചാര്യ ഗ്രഹങ്ങൾ വളരെ പോസിറ്റീവായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർക്ക് അനുഗ്രഹത്തെ ചൊരിയുകയാണ്. പ്രധാനമായും ഇവരുടെ ഭാഗ്യത്തിനാണ് ഇപ്പോൾ ഊന്നൽ നൽകേണ്ടത്. 5 പ്രജ്ഞാ, പ്രതിഭ, സന്താന, ഭാഗ്യഭാവം 5 കൊണ്ട് നിരൂപണേ എന്ന പ്രമാണം വച്ച് കുടുംബത്തിൽ ഉള്ള ഇവരുടെ ജീവിതം, ഭാഗ്യാനുകൂലമായ കർമ്മം, അതുപോലെ തന്നെ പ്രവർത്തന രംഗത്ത് ഈശ്വരാധീനം, മനസ്സ് അർപ്പിച്ച് ഓരോ കാര്യങ്ങളിലും ഇവർക്കിപ്പോൾ ഇടപഴകാൻ സാധിക്കുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തായാലും ശരി അവിടെ പൂർണ്ണമായും മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. പലപ്പോഴും മനസ്സിനെ സ്വന്തം പ്രവർത്തന രംഗത്ത് ഉറപ്പിച്ചു നിർത്താൻ സാധിക്കാതെ വരുമ്പോഴാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരു കർമ്മം ഏറ്റവും നന്നായി വിജയിപ്പിക്കാൻ മനസ്സിൻ്റെ ജാഗ്രത ആവശ്യമാണ്. അതിപ്പോൾ മകരക്കൂറിന് കൂടുതലായി ഉണ്ട്. അതിൻ്റെ ഫലമായിട്ടാവണം 10ലും 11ലും ശുക്രനും സഞ്ചരിക്കുന്നത്. 12-ാം തീയതി വരെ 10ലും പിന്നെ 11-ാം ഭാവത്തിലും ശുക്രൻ്റെ സഞ്ചാരം സാമ്പത്തികമായി നല്ല നേട്ടത്തെ കാണിക്കുന്നു. ഇവർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഒരു ഭാഗ്യക്കുറിയിൽ പങ്കെടുക്കുന്നത് പോലും ഭാഗ്യവശാൽ ഇവർക്കിപ്പോൾ അനുഗ്രഹത്തെ സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ പണം ഇവരിലേക്ക് നല്ല രീതിയിൽ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റ് ഭാഗ്യ മത്സരങ്ങളിൽ പങ്കെടുത്താൽ അവിടെയുമൊക്കെ വിജയമുണ്ടാകുന്നുണ്ട്. ശുക്രൻ ദാമ്പത്യത്തിൻ്റെ കൂടി ആളായതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ നല്ല ഗുണമുണ്ടാകും, സന്തോഷമുണ്ടാകും. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. സർവാഭീഷ്ടം എന്ന മട്ടിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നടക്കണം. ഏതെങ്കിലും വിധത്തിൽ ഇവർക്കിപ്പോൾ ദോഷം ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് ഇവരുടെ കുടുംബ ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ ഇവരുടെ മാതാവിൻ്റെ കുടുംബത്തിലോ രക്തബന്ധത്തിൽപ്പെട്ട കുടുംബത്തിലോ ഉണ്ടാകാവുന്ന ചില ശാരീരികമായ അവശതകളെയോ അവരുടെ ദുര്യോഗങ്ങളോ ആണ്. 3-ലെ രാഹു ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള, അല്ലെങ്കിൽ സഹോദര തലത്തിൽപ്പെട്ട ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയേക്കാം. അതുപോലെ തന്നെ പിതാവിനും അത്ര നല്ല ഇതല്ല കാണുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അവശത, അവർക്ക് ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖം വരാം. അർശസിൻ്റെയോ ഫിസ്റ്റുലയുടെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ്റെയോ ഒക്കെ ശല്യങ്ങൾ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർക്ക് സർജറിയുടെയൊക്കെ ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ തങ്ങളെ വിമർശിക്കുന്നവരെയും ശ്രദ്ധയില്ലാതെ ഒരു ശ്രദ്ധ അവരിലേക്ക് വേണം. അവരെ ശ്രദ്ധിക്കുന്നതായി തോന്നിയാൽ അവരുടെ ഈഗോ വർദ്ധിക്കും. അവരെ ശ്രദ്ധിക്കുന്നതായി തോന്നാതെ അവരുടെ ചെയ്വനകൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികത്തിന് വലിയ ദോഷമോ പ്രവർത്തനങ്ങളിൽ ദോഷമോ ഭാഗ്യത്തിൻ്റെ കാര്യങ്ങളിൽ ഈശ്വരാധീനത്തിൻ്റെ കാര്യത്തിൽ കുറവോ കാണുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6,
7-8 ദിവസങ്ങൾ നല്ലതാണ്. അതിനുശേഷം 11-ാം തീയതി രാവിലെ 10:30 ശേഷം 12-13 സായാഹ്നം വരെയും, ശേഷം 15 സായാഹ്നത്തിന് ശേഷം 16-17. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണം 21 രാത്രിക്ക് ശേഷം 22, 23, 24, 25 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായി കാണും. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 9-ലും 10-ലുമായി സഞ്ചരിക്കുന്ന ശുക്രൻ, 8-ലും 9-ലുമായി സഞ്ചരിക്കുന്ന ബുധൻ. ഇതെല്ലാം തന്നെ ഇവർക്ക് സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇത് രണ്ടും കാണുന്നു. ഒരാൾക്ക് കൃത്യമായി വരുമാനം കിട്ടുന്ന ഒരു ജോലി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സാമ്പത്തികമായ ഭീതിയാണ്, സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ അല്ലെങ്കിൽ അത്തരം ആശങ്കകളാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും പണം വരുന്ന രീതിക്ക് വലിയ വിഘ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കർമ്മം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലുതാണ്. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം വ്യാഴം 4-ൽ പോയപ്പോൾ ഈ കുംഭക്കൂർ രാശിയിൽപ്പെട്ടവർക്ക് ചെറിയ തോതിലെങ്കിലും കിട്ടിയ അനുഗ്രഹം അതാണ്. 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം കർമ്മരാശിയിലേക്ക് നോക്കുന്നുണ്ട്. 4 പൊതുവെ ലൗകിക സ്ഥാനങ്ങളിൽ ഒന്നായതുകൊണ്ട് കർമ്മരംഗത്ത് അവർക്ക് അനുഗ്രഹമുണ്ട്. അതുപോലെ 5-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്കും ഭാഗ്യത്തിനും ചെറിയ ഇടിവ് വരുത്തുമെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് മനസ്സിൻ്റെ ഊർജ്ജസ്വലതയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കൂടുതൽ തിളക്കം അർപ്പിക്കാൻ സാധിക്കും. തങ്ങളുടെ തിളക്കമറ്റ പ്രവർത്തനങ്ങളാൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അതുപോലെ ശുക്രൻ്റെ 9-ലെയും 10-ലെയും നില ഭാഗ്യം ദേവിയുടെ രൂപത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. പ്രത്യേകിച്ചും തുലാം രാശിയിൽ 9-ാം ഭാവമായി വരുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഭാഗ്യമാണ് വർദ്ധിക്കുക. സാമ്പത്തിക നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നു, പ്രവർത്തനങ്ങളിൽ നല്ല വിജയമുണ്ടാകുന്നു. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ഇവരുടെ ആലസ്യവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലെ മന്ദീഭാവവുമെല്ലാം മാറുകയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഇവരെ അനുഗ്രഹിക്കും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ പഠനമോ കൂടുതൽ എളുപ്പമാകും. അത്തരം ശ്രമങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം. പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാണിക്കാൻ സാധിക്കുന്നത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏതെങ്കിലുമൊക്കെ കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്കുമാണ്. മറ്റുള്ളവരുടെ അടുത്ത് നന്നായി പെരുമാറിക്കൊണ്ട് തന്നെ തങ്ങളുടെ സാധാരണ കർമ്മം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് സാധാരണക്കാരായ ഈ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഗുണം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും വീണ്ടും ഇവരെ അനുഗ്രഹമായി മാറും. പിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിലെ മൂല കാരണവസ്ഥാനത്തുള്ളവരിൽ നിന്നോ ഒക്കെ സാമ്പത്തിക സഹായമോ മറ്റ് സഹകരണമോ ഇപ്പോൾ ഇവർക്കുണ്ടാകും. അതുകൊണ്ട് പൊതുവെ ഗുണമാണ് കാണുന്നത്. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറയാവുന്നത് അനവസരത്തിലെങ്കിലും ഇവർക്കുണ്ടാകുന്ന ചില വാക്പിഴകളാണ്. വാക്പാരുഷ്യം എന്നതിനെ പറയാം. സപ്തവ്യസനങ്ങളിൽ ഒന്നാണ് വാക്പാരുഷ്യം. അതുകൊണ്ട് സൂക്ഷിക്കണം. വാക്കുകൾ അങ്ങേയറ്റം കരുതലോടുകൂടി ഉപയോഗിക്കുക. ഈശ്വരാധീനത്തിൻ്റെ ഭാഗമായി ശുക്രൻ 9-ൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അത്തരം പിഴവുകളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. അതുപോലെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന കേതുവും അത്ര നല്ലതല്ല. ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കും. മഹാഗണപതിയെ പ്രാർത്ഥിക്കുക, നാഗർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്, 100 പാലും കൊടുക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ദോഷങ്ങളിൽ നിന്ന് മാറാനുള്ള സാധ്യത. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മാറി നിന്നേക്കാം. സംശയങ്ങൾ എപ്പോഴും ഇവരെ ഏതെങ്കിലും തരത്തിൽ അലട്ടാം. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒക്ടോബർ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1-ാം തീയതി പൊതുവെ ഗുണകരമാണ്. ശേഷം ഇവർക്ക് ഗുണമുള്ളത് 6-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 7, 8, 9, 10, 11 രാവിലെ 10:30 വരെയും, തിരിച്ച് 13-ാം തീയതി സായാഹ്നത്തിന് ശേഷം 14, 15 സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ 18, 19, 24, 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതായി കാണുന്നു. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹുകേതുക്കൾ കേന്ദ്രങ്ങളിൽ സഞ്ചരിക്കുന്നു. 12-ലാണ് ശനി, വ്യാഴം 3-ലാണ്, ചൊവ്വ 4-ൽ സഞ്ചരിക്കുന്നു. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ പ്രത്യേകിച്ച് ഒക്ടോബർ മാസം 12-ാം തീയതിക്ക് ശേഷം ഇവർക്ക് ഗുണത്തെ സമ്മാനിക്കും. ബാക്കി ഗ്രഹങ്ങളൊക്കെ തന്നെയും താരതമ്യേന മോശാവസ്ഥയിലാണ്.
രാഹുകേതുക്കൾ ജന്മത്തിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, തെറ്റിദ്ധരിക്കപ്പെടാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതുപോലെ സ്കിൻ സംബന്ധമായ അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങളോ ഒക്കെ ഉണ്ടാകാം. കെമിക്കൽസൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. പുരുഷന്മാരാണെങ്കിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് തങ്ങളെക്കുറിച്ചുള്ള ധാരണകൾക്ക് ചില തെറ്റായ വഴികൾ ഉണ്ടാകാം. മറ്റുള്ളവരുടെ മതിപ്പ് കുറയാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസുഖമോ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, നീർവീക്കം, അതുപോലെ തന്നെ അണുബാധ ഇതൊക്കെ ഉണ്ടാകാം. അബദ്ധങ്ങളിൽ ചെന്നു ചാടാം. തെറ്റായ ബുദ്ധി തെറ്റായ കാര്യങ്ങൾ ഉപദേശിക്കാം. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടാൻ പ്രാർത്ഥനയാണ് ഏറ്റവും വലുത്. മാസത്തിൽ പകുതിക്ക് ശേഷം, പ്രത്യേകിച്ച് 12-ാം തീയതിക്ക് ശേഷം ഇവർക്ക് ദൈവികമായ അനുഗ്രഹം ശക്തമാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മാറ്റമുണ്ടാവും. മാതാവിന് ശാരീരികമായ ചെറിയ അവശത കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക. ഭാരമുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ മൂർച്ചയുള്ള വസ്തുക്കൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും അങ്ങേയറ്റം ജാഗ്രത പാലിക്കുക. മുറിവോ അപകട സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വാഹനം സൂക്ഷിച്ചോടിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അമിത വേഗത പാടില്ല. പ്രത്യേകിച്ച് കുടുംബവുമായി പോകുമ്പോഴൊക്കെയും എപ്പോഴായാലും അത്തരം കാര്യങ്ങളിൽ ആരോഗ്യത്തിൻ്റെ ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. പിന്നെ പൊതുവെ ഇവർക്ക് ഗുണം കാണുന്നത് ഇവരുടെ കർമ്മരംഗത്ത് ഇപ്പോൾ ചെറിയ തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ചെറിയ പെട്ടെന്നെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകിച്ചും 12-ാം തീയതിക്ക് ശേഷം എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ തന്നെ ഇവർക്ക് ഇവരുടെ സാമ്പത്തിക മേഖലയെ പുഷ്ടി പ്രാപിപ്പിക്കാൻ തക്കവണ്ണം കർമ്മരംഗത്തെ ശോഭിപ്പിക്കും. അതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന രംഗത്തിൽ കൂടുതൽ ഊർജ്ജസ്വലത പ്രാപിക്കുക. മനസ്സിൻ്റെ ആലസ്യമൊക്കെ വിട്ടുമാറാനുള്ള പ്രാർത്ഥനയും അതിനുള്ള മെഡിക്കേഷനുമൊക്കെ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹം പോലെ ഇവരിലേക്ക് എത്തിച്ചേരും. പ്രത്യേകമായി ശ്രദ്ധിക്കുക. മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി, 2, 3, അത് കഴിഞ്ഞാൽ പിന്നെ 9, 10, 11, 12, 13, 15 സായാഹ്നത്തിന് ശേഷം 16, 17, 20, 21 രാത്രി വരെ, അതിനുശേഷം 26, 27, 28 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. കൃത്യമായ പ്രാർത്ഥന ജീവിതത്തിൽ അടുക്കും ചിട്ടയും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള മാനസിക ധൈര്യവും പ്രതിസന്ധികളെ നേരിടാനുള്ള മനഃശക്തിയും തരും. പ്രാർത്ഥിക്കുക. ദോഷവശങ്ങൾ ശനിയുടേതാണെങ്കിൽ ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. കറുത്ത പട്ട് സമ്മാനിക്കുക ശാസ്താവിനും അതുപോലെ തന്നെ ശനീശ്വരനും. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതയോ നമോ എന്ന് ഗണപതിക്ക് വേണ്ടി കരകമാല അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ജപിക്കുക. കേതുദോഷ പരിഹാരത്തിനാണ് ഇത് ചെയ്യേണ്ടത്. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന്. അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. ജന്മത്തിലുമൊക്കെ സഞ്ചരിക്കുന്നവർക്ക് വളരെ അത്യാവശ്യമാണ്. 100 പാലും കൊടുക്കുക. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ദിവസം 100 പാലും കൊടുക്കുക. അല്ലെങ്കിൽ ആയില്യത്തിന് പൊതുവായി കൊടുക്കുക. അടുത്തത് അഷ്ടാക്ഷരി മന്ത്രമാണ്. ഓം നമോ നാരായണായ. വ്യാഴദോഷ പരിഹാരത്തിന് ഒരേ ഒരു അവസ്ഥ ഇത് മാത്രമേ ഉള്ളൂ. ഓം നമോ നാരായണായ ജപിക്കുമ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും. മഞ്ഞപ്പട്ട് വിഷ്ണുദേവന് സമർപ്പിക്കുക. അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ബൃഹസ്പതിക്ക്, വ്യാഴത്തിന് സമർപ്പിക്കുക. പാൽപ്പായസം, അതുപോലെ നെയ്വിളക്ക് കത്തിക്കൽ, ഇതെല്ലാം ഏറ്റവും വലിയ പരിഹാര മാർഗങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ ഒക്ടോബർ മാസമെന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.